അതെ, എല്ലാ വർഷം ജനുവരി ആകുമ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാറുള്ളതാണ്. 2025 ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് വിസ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏത് കൺട്രി എന്ന് അറിയണ്ടേ? അയർലൻഡ്. അപ്പോൾ ഈ ഒരു ഡാറ്റ എല്ലാ വർഷവും ഞാൻ പുറത്തുവിടാറുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നേരെ മാർഗം സത്യസന്ധമായിട്ടൊരു ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡാറ്റ തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെയും നമ്മൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഏജൻസിയെ കൂട്ടുപിടിക്കാതെ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഉപകാരപ്പെടും. ചാനൽ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലോട്ട് കിടക്കുന്നത് പോലെ തന്നെ നമ്മൾ UK ആളുകളും ഇനിയിപ്പോൾ അയർലൻഡിൽ പഠിക്കുന്നവരാവട്ടെ, യൂറോപ്പിൽ പഠിക്കുന്നവരാവട്ടെ, എന്തെങ്കിലും നാട്ടിൽ പഠിക്കുന്നവരാവട്ടെ, നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ എക്സ്പീരിയൻസുള്ള ആളുകൾ ഒരു ഏജൻസിയുടെ വലയിൽ ചെന്ന് പാടാൻ താല്പര്യമില്ലാത്ത ആളുകൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. കാരണം കുറച്ച് സമയമെടുക്കും. പെട്ടെന്നൊന്നും ഈ ജോലി എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമല്ല. 1000 അപ്ലിക്കേഷൻ 10,000 അപ്ലിക്കേഷൻ ഇടുമ്പോഴായിരിക്കും ഒരു പോസിറ്റീവായിട്ടൊരു ഇൻ്റർവ്യൂ കോൾ വരിക. ഇന്ന് അപ്ലിക്കേഷൻ ഇട്ട് നാളെ ഇൻ്റർവ്യൂ വേണം, ഇല്ലെങ്കിൽ മറ്റന്നാൾ ജോലി വേണം എന്ന് പറയുന്നവരൊന്നും ഈ വഴിക്ക് നോക്കുകയോ വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു നാൾ അത് നിങ്ങൾക്ക് തിരിച്ചെന്തായാലും അത് റിസൾട്ട് തരും. സോ അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ ജോലി കിട്ടി പറഞ്ഞ രാജ്യങ്ങൾക്ക് എത്തിയിരിക്കുന്നവരാരും പെട്ടെന്ന് കയറി വന്നവരൊന്നുമല്ല. അല്ലെങ്കിൽ ഉടായ്പ വഴി കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഏജൻസിക്ക് പൈസ കൊടുത്ത് കയറിയവരായിരിക്കാം ഒരു പക്ഷേ അത് എപ്പോഴും റിസ്ക്കാണ്. ഒരു 99% റിസ്ക്കാണ്. ഒരു 1% മാത്രമേ ഉള്ളൂ സക്സസ് റേറ്റ്. സോ അത് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടും. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ രീതിക്കുള്ള ഇൻഫർമേഷൻസ് കിട്ടും. റിയാക്ഷൻ വ്ളോഗ്സ് നമ്മുടെ ചാനലിലുണ്ടാവും. ഇവിടുത്തെ UKയിലും യൂറോപ്പിലുള്ള എല്ലാ കറണ്ട് അഫെയർസും ന്യൂസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതേപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ ധൈര്യമായിട്ട് കൂടാം. അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. സോ ഗൈസ്, തീർച്ചയായിട്ടും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇല്ലെങ്കിൽ എല്ലാ 3 months കൂടുമ്പോഴും അയർലൻഡിലെ ഗവൺമെൻറ് മറ്റൊരു രാജ്യവും ചെയ്യാത്തൊരു കാര്യം ചെയ്യാറുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ ഈ 3 മാസത്തിൻ്റെ ഇടയിൽ ഏതൊക്കെ കൺട്രിക്കാർ അവിടെ വിസ അപ്ലൈ ചെയ്തു, ഏതൊക്കെ മേഖലയിൽ വിസ അപ്ലൈ ചെയ്തു, ഏതൊക്കെ കമ്പനി വിസ കൊടുത്തു എന്നുള്ളൊരു ഡീറ്റെയിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഒരു കൺട്രി അവരുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിക്കും. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ജോലി അവിടെ ഉണ്ടോ നോക്കുന്നതല്ല. ഓക്കെ, നമ്മുടെ ജോലി തരുന്ന കമ്പനീസ് ഉണ്ടോ, നമ്മുടെ ജോലി ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെ, ഇതറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിലും അതുപോലെ ഇൻഡീഡിലും മറ്റ് ജോബ് പ്ലാറ്റ്ഫോംസിലൊക്കെ പോയിട്ട് ഒരുപാട് ജോബ് ഓഫേഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യും. പക്ഷേ ഈ ജോബ് ഓഫർ അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് അറിയാതെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1000 അപ്ലിക്കേഷൻ 10,000 അപ്ലിക്കേഷൻ ഇട്ടാലും റെസ്പോൺസ് കിട്ടില്ല. പക്ഷേ ഈ ഒരു കമ്പനീസിൽ ജോബുകൾ കൊടുത്തിട്ടുള്ള കമ്പനീസ് നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാനും അതിലേക്ക് മാത്രം ആ ജോബിന് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ സക്സസ് റേറ്റ് ഒരു 80-90% നിങ്ങൾക്ക് വർദ്ധിക്കും. അല്ലാതെ നിങ്ങൾ വെറുതെ കണ്ണടച്ചിട്ട് കാടടച്ച് വെടിവെക്കുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ആ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ, ആ വെബ്സൈറ്റിൽ കാണിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരുവാണ്. ബാക്കിയെല്ലാം നിങ്ങളാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തുടങ്ങല്ലേ? യെസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വെബ്സൈറ്റാണ് ഗവൺമെൻറ് ഓഫ് അയർലൻഡിൻ്റെ വെബ്സൈറ്റാണ്. ഓക്കെ, ഗവൺമെൻറ് വെബ്സൈറ്റാണ്. സോ ഇതിനകത്തോ തട്ടിപ്പോ വെട്ടിപ്പോ പരിപാടികളൊന്നും ഇതിനകത്ത് നടക്കില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി വിശ്വസനീയമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ഡാറ്റ എല്ലാ വർഷവും ഇതേപോലെ ഡാറ്റ പുറത്തു വിടും. ഓക്കെ, ഇതിനകത്ത് ഏകദേശം 2009 മുതലുള്ള ഡാറ്റ കിടക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. പക്ഷേ നമുക്ക് കറണ്ട് ഡാറ്റയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ 2025 ഡാറ്റ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് 2025 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെർമിറ്റ് ബൈ നാഷണാലിറ്റി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ നാഷണാലിറ്റീസിനാണ് വിസ കൊടുത്തിരിക്കുന്നതും വിസ റിഫ്യൂസ് ചെയ്തിരിക്കുന്നതും. ഓഫ് കോഴ്സ് ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്നത്, ഏകദേശം 9,940 ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ കൂടുതൽ വിസ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ റിജക്ഷൻസും സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാർക്കല്ലേ വേണ്ട. യെസ്, 807 റിഫ്യൂസൽസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കൺട്രീസിന് വിസ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാകിസ്ഥാൻ ഉണ്ട് ഒരു 1400, ഫിലിപ്പീൻസ് ഉണ്ട് അതിന് തൊട്ട് പിന്നാലെ 3398 വിസകൾ. അങ്ങനെ എല്ലാ രാജ്യത്തിനും വിസ കൊടുത്ത ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനീസ് 2025 ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്ന കമ്പനീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കണക്ക് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ 31,000-ന് മേലെ വിസകൾ കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ വർഷം അയർലാൻഡ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നോൺ EU നാഷണൽസിനെ ജോബിനെടുത്തിരിക്കുന്നു. അത് തന്നെ ഒരു പ്രതീക്ഷയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കും അപ്ലൈ ചെയ്താൽ കിട്ടുമോ ചേട്ടാ എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരവാണ് ഇത്രയും ആൾക്കാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങളുടെ ലക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലോഡ് കമ്പനീസ് തന്നെ അത് കാണാൻ പറ്റും. ഇതിങ്ങനെ ഒന്നും സ്ക്രോൾ ചെയ്താൽ കഴിയില്ല കേട്ടോ. ഏകദേശം എന്താ കണ്ടോ, ഇത്രയും കമ്പനി. അതായത് ഹാർഡ് വർക്ക് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്ര നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിസ കൊടുത്ത കമ്പനീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. കുറേ കമ്പനീസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ 23 വിസകൾ 19 വിസ കൊടുത്ത ആമസോൺ വെബ് സർവീസും, അതേപോലെ തന്നെ ആമസോണിൻ്റെ തന്നെ കുറേ കമ്പനീസ് ഫോറിൻ നാഷണൽസിനെ നോൺ EU നാഷണൽസിനെ ഹയർ ചെയ്തിരിക്കുന്നു. സോ അതൊക്കെ ഒരു നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് ഏതൊക്കെ ജോബിനാണ് ഹയർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്ന കണ്ടോ കമ്പനീസ് ഉണ്ട്. ഇനി ഏതൊക്കെ സെക്ടേഴ്സിലാണ് വിസ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഇരുന്നിട്ടാണ് കേട്ടോ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. നേരത്തെ പറഞ്ഞ ടിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ IT കമ്പനീസിന് മൊത്തം ഇപ്പോൾ IT ജോബാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, നമുക്ക് അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. അപ്പോൾ പെർമിറ്റ് ബൈ സെക്ടേഴ്സ് നോക്കാം. കൗണ്ടി വേണ്ട, ഇനി സെക്ടേഴ്സ് നോക്കാം. ഓക്കെ, സോ അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ ജോബ് അന്വേഷിക്കാം എന്നത് ഏകദേശം കൊണ്ട് മനസ്സിലാവും. ഡിസംബർ വരെയുള്ള കണക്കിനകത്ത് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് ജോബ് പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഇതാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിങ് ഏകദേശം 1915 അത്രത്തോളം വിസകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്. അപ്പോൾ നിങ്ങൾ ഫിഷ് മോഗറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ എക്സലിൽ പോയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള കമ്പനീസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടെ ജോബ് നോക്കുക. മൈനിങ് ആൻഡ് ക്വാറി, അതേപോലെ തന്നെ ഓൾ അതർ മാനുഫാക്ചറിങ്ങിൽ, അതുപോലെ ഒരുപാട് ഇതിലുണ്ട്. എന്താ പറയുക, മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ആ ഇൻഡസ്ട്രിയിൽ ജോലി നോക്കുന്നവർക്ക്, അതുപോലെ മാനുഫാക്ചർ ഓഫ് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ നോക്കുന്നവർ, മാനുഫാക്ചർ ഓഫ് ഫുഡ്, ഡ്രിങ്ക്, ടെബാക്കോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, മാനുഫാക്ചർ ഓഫ് മെഡിക്കൽ ഡിവൈസസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് ആൻഡ് എയർ കണ്ടീഷൻ സപ്ലൈ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, കൺസ്ട്രക്ഷൻ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ ഇങ്ങനെ പലതുണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. സകല ഒരുവിധപ്പെട്ട സെക്ടേഴ്സിലും നിങ്ങൾക്ക് ജോബ് കൊടുത്തിരിക്കുന്ന, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് കൊടുത്തിരിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിലുള്ളവർക്കും ട്രൈ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കമ്പനീസ് നോക്കി, ഇപ്പോൾ IT കമ്പനി ഉള്ളവർക്ക് IT കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ലിങ്ക്ഡിനിൽ പോകണ്ട, നിങ്ങൾ മറ്റേതെങ്കിലും വെബ്സൈറ്റ്സിലോ പോകണ്ട, ഒരു കാര്യമില്ല. അതിലൊക്കെ പോയിട്ട് ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ വല്ല ഏജൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വല്ല തട്ടിപ്പുകാരുടെ കയ്യിലോ ആണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പൈസയും കണ്ടോ നഷ്ടമാകും. അപ്പോൾ ഇവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി ആ ഒരു കമ്പനിയുടെ കരിയറിൽ കയറി നിങ്ങൾ നിങ്ങളുടെ ജോബ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോബുകളോ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ജോബുകളോ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, മനസ്സിലാക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ് ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ള ജോബുകൾ ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു പക്ഷേ റിസൾട്ട് ഉണ്ടാവും.
പെട്ടെന്ന് ക്വിക്കായിട്ട്. ഓക്കെ, അപ്പോൾ തട്ടിപ്പിലും വെട്ടിപ്പിലും പെടാതെ സ്വന്തമായിട്ട് സ്വന്തം കഴിവ് കൊണ്ട് ജോബ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വഴി ഉത്തമ വഴിയാണ് എന്നുള്ള കാര്യം, ഈ ഒരു ഡാറ്റ ഉത്തമ ഡാറ്റയാണ്. നോക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കുകൾ ഞാൻ താഴത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം.